ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ. അങ്ങനെ ഞാൻ കാത്തിരുന്ന ആള് എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മഞ്ചേശ്വരത്ത് നിന്ന് 8 നിലയിൽ 10 വട്ടം പൊട്ടിയിട്ടുള്ള നമ്മുടെ ഉള്ളിച്ചേട്ടൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ഒരു വീഡിയോ വന്നിട്ടുണ്ട്. അത് കാണുന്നതിന് മുമ്പ് എനിക്ക് 2-3 കാര്യങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട കോൺഗ്രസിൻ്റെ വക്താക്കളോടും കോൺഗ്രസിൻ്റെ അണികളോടും പറയാനുണ്ട്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ചെളിവാരി എറിയൽ നിങ്ങൾ നിർത്തുക. കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിന് ഒരുപാട് നേതാക്കന്മാരുണ്ട്. അത് ആ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയുടെ ഒരു ഗുണം തന്നെയാണ്. പക്ഷേ ഇവിടുത്തെ ജനങ്ങൾ നിങ്ങൾക്ക് 102 സീറ്റുകൾ തന്ന് നിങ്ങളെ ഭരിക്കാൻ വേണ്ടി അവർ അനുവദിക്കുമ്പോൾ ഇവിടുത്തെ ജനങ്ങളെ വെറും വിഡ്ഢികളാക്കുന്ന രീതിയിലുള്ള പ്രവർത്തികൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകരുത് എന്നുള്ള റിക്വസ്റ്റ് ഉണ്ട്. നല്ലൊരു ഭരണം കേരളത്തിൽ കാഴ്ചവെക്കാൻ വേണ്ടിയാണ് ജനങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു അധികാരം നിങ്ങളുടെ കയ്യിലേക്ക് തന്നത്. ഇവിടുത്തെ ജനങ്ങളാണ് പവർ. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. എന്തായാലും മുഖ്യമന്ത്രി ആകാനായിട്ടുള്ള യോഗ്യത വി.ഡി. സതീശനുണ്ട്, ചെന്നിത്തലയ്ക്കുമുണ്ട്, അതുപോലെ കെ.സി. വേണുഗോപാലിനുണ്ട്. കെ.സി. വേണുഗോപാലിനെ കൊണ്ടുവരണം എന്ന് പറയുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, ഇനി കെ.സി. ഓൾറെഡി പുള്ളി MP ആണ്. MP സ്ഥാനം രാജിവെച്ചിട്ട് കേരളത്തിന്റെ എവിടെങ്കിലും അദ്ദേഹം വന്ന് മത്സരിച്ചാൽ ധാർമ്മികത ഉള്ള ജനങ്ങളാണെന്നുണ്ടെങ്കിൽ 8 നിലയിൽ കെ.സിയെ പൊട്ടിക്കുന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. കാരണം ഇത് ഇവിടുത്തെ BJPക്ക് വളരാനായിട്ടുള്ള ഒരു അവസരമായിട്ട് നിങ്ങൾ തന്നെ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു പ്രവൃത്തിയാണ് നിങ്ങളിപ്പോൾ ഇവിടെ കാണിക്കാൻ പോകുന്നത്. എന്തായാലും നമ്മുടെ ഉള്ളിച്ചേട്ടൻ്റെ ആ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോ എന്ന് വന്നിട്ടുണ്ട്. ചേട്ടൻ ഒരുപാട് കാര്യങ്ങളൊക്കെ പറയാനുണ്ട് കേട്ടോ. ഈ തെരഞ്ഞെടുപ്പിൽ നമ്മളെല്ലാവരും ഉറ്റുനോക്കിയ 2-3 മണ്ഡലങ്ങളായിരുന്നു. ഒന്ന് കാസർഗോഡ് മഞ്ചേശ്വരം, മറ്റൊന്ന് നമ്മുടെ പാലക്കാട് ശോഭ ചേച്ചി, പിന്നൊന്ന് നമ്മുടെ തൃക്കാക്കര. അങ്ങനെ 2-3 സ്ഥലങ്ങളുണ്ടായിരുന്നു. കുറച്ച് ബിഗ് ബോസ് താരങ്ങളെയും കുറച്ച് സെലിബ്രിറ്റികളെയൊക്കെ നമ്മുടെ ഷാബു മോനൊക്കെ ഇറക്കി വിട്ടായിരുന്നല്ലോ. ഇവന്മാർ കാണിച്ചു കൂട്ടിയ കോപ്രായങ്ങളൊക്കെ കണ്ടിട്ട് ഇപ്പോഴും ഓരോരുത്തരുടെ വയറുളുക്കിയിട്ട് കുടല് പോലും നേരെ പിടിച്ചിടാൻ പറ്റിയിട്ടില്ലെന്നാണ് അറിയുന്നത്. അമ്മാതിരി കോമഡി ഐറ്റങ്ങളെ ആയിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ BJP പല സ്ഥലത്തും നിർത്തി. എന്നാൽ 3 സ്ഥലത്ത് BJP വിജയിച്ചിട്ടുണ്ട്. അതിനെ നമ്മൾ അംഗീകരിച്ചു കൊടുത്തേ പോലും. കാരണം ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നത് അത് ആരെയാണെങ്കിലും നമ്മളത് അംഗീകരിക്കണം ജനാധിപത്യ രീതിയിൽ. അതല്ല മറ്റു മാർഗങ്ങളിലൂടെയാണ് ജയിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. എന്തായാലും കോൺഗ്രസിൻ്റെയും കമ്മ്യൂണിസ്റ്റിൻ്റെയൊക്കെ ചെറിയ പിടിപ്പുകേട് കൊണ്ടാണ് കേരളത്തിൽ ഇപ്പം 3 താമര വിരിഞ്ഞത്. ആ 3 താമര വിരിഞ്ഞതിൻ്റെ പേരിൽ കേരളത്തിൽ ഇനി നടക്കാൻ പോകുന്നത് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് വെയിറ്റ് ചെയ്തിരുന്നതിനെ കാണാം. അപ്പോൾ നമ്മുടെ കാസർഗോഡ് മത്സരിച്ചിട്ടുള്ള നമ്മുടെ ഉള്ളിച്ചേട്ടൻ മത്സരിച്ചിടത്തൊക്കെ വമ്പൻ തോൽവിയാണ് ഏറ്റുവാങ്ങിയത്. ഇപ്രാവശ്യം നമ്മുടെ ചേട്ടൻ തോറ്റിരിക്കുന്നത് 29,000-ൽ പരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ്. കഴിഞ്ഞ പ്രാവശ്യം അതിൻ്റെ മുമ്പത്തെ പ്രാവശ്യം 80 അതുപോലെ തന്നെ 800 വോട്ടിൻ്റെയൊക്കെ ഭൂരിപക്ഷത്തിലായിരുന്നെങ്കിൽ ഇപ്രാവശ്യം വമ്പൻ തോൽവിയാണ് അണ്ണൻ വന്നിരിക്കുന്നത്. അപ്പോൾ അണ്ണൻ പറയുന്നത് വോട്ട് നമ്മുടെ LDF മറിച്ച് ലീഗിന് കൊടുത്തെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ. മഞ്ചേശ്വരം എന്താ പിഴച്ചോ? ഒന്നും പിഴച്ചില്ല. മഞ്ചേശ്വരത്ത് LDFന്റെ 20,000 വോട്ട് പോയി. 40,000 ഉണ്ടായിരുന്നത് 42,000 ഉണ്ടായിരുന്നത് 20,000 പോയി. ഒറ്റയടിക്ക് 20,000 വോട്ടാണ് മറിഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ അവർ മറിച്ചത് 2,000-2,500 വോട്ടാണ്. ഈ പ്രാവശ്യം കിട്ടിയ വോട്ടിന്റെ പകുതിയും അവർ UDF മറിച്ചു. പിന്നെ SIR ഒരു 10-15,000 വോട്ട് നഷ്ടമായിട്ടുണ്ട്. പിന്നെ സാമുദായിക ഏകീകരണം ഇതുപോലെ നടന്നൊരു മണ്ഡലം ഇല്ലല്ലോ. ഇപ്പോൾ ഉദാഹരണത്തിന് ആദ്യം ഒരു സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചു. ആ സ്ഥാനാർത്ഥിക്ക് വേണ്ടി ജില്ലാ സെക്രട്ടറിയേറ്റ് ശുപാർശ ചെയ്തു. പക്ഷെ സംസ്ഥാനം അത് മാറ്റി. പിന്നെ രണ്ടാമത് തീരുമാനിച്ചത് SDP സ്ഥാനാർത്ഥി നിർത്തി. അപ്പോൾ എല്ലാ മതസംഘടനകളും ഒരുമിച്ച്, ഏതെങ്കിലും ഒരു മതസംഘടനയല്ല, എല്ലാ മതസംഘടനകളും ഒരുമിച്ച് അദ്ദേഹത്തെ പിൻവലിപ്പിച്ചു. ഇതുപോലെ വലിയ ധ്രുവീകരണത്തിനുള്ള സാമുദായിക ഏകീകരണത്തിനുള്ള നല്ല നിലയിലുള്ള നീക്കങ്ങൾ അവർ നടത്തി. പിന്നെ SIR ഉണ്ടായിട്ടുള്ള വോട്ട് ചോർച്ച. മൂന്നാമത്തത് CPMന്റെ 50%-ലധികം വോട്ടുകൾ UDF അനുകൂലമായിട്ട് പോകുന്നു. ഇതെല്ലാം കാരണമാണ്, അല്ലാതെ BJPക്ക് ഒരു ക്ഷീണം ഉണ്ടായിട്ടില്ല. അതൊരു സാമുദായിക ഏകീകരണം കൊണ്ട് മാത്രമാണ് എന്നാണ് 30,000 വോട്ടുകൾ വരുന്നു എന്നുള്ളത്. സാമുദായിക ഏകീകരണവും 20,000 വോട്ട് എക്സ്ട്രാ ഇവർ കൊടുക്കുകയല്ലേ. ഇവരുടെ 20,000 വോട്ട് എവിടെ പോയി? ഇപ്പോൾ LDFന്റെ സ്ഥാനാർത്ഥിയുടെ വാർഡിൽ 19 വോട്ടാണ് കിട്ടിയത്. അദ്ദേഹത്തിൻ്റെ വാർഡിൽ കഴിഞ്ഞ പ്രാവശ്യം 200 ചില്ലാണ് വോട്ടുണ്ട്. ഇപ്പോൾ എവിടെ പോയി? സ്വന്തം വാർഡിൽ സ്ഥാനാർത്ഥി ഇത്രയും വലിയൊരു നേതാവിന് വോട്ട് പോയി എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. BJPയുടെ സംസ്ഥാന തലത്തിലുള്ള പ്രകടനത്തെ എങ്ങനെയാണ്? നല്ല പ്രകടനമല്ലേ. കാരണം ഇത്രയും ഭരണവിരുദ്ധ വികാരം ഉണ്ടായി ഒരു UDF ട്രെൻഡിലുള്ളപ്പോഴും 3 സീറ്റ് കിട്ടി. സാധാരണ ഇങ്ങനെ ഒരു ട്രെൻഡ് വരുമ്പോൾ മൂന്നാമത് കക്ഷിക്ക് സീറ്റ് കൊടുക്കാൻ ജനങ്ങൾ തയ്യാറാവില്ല. പക്ഷെ അതിനിടയിലും BJP നല്ല മുന്നേറ്റമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഭാവി എങ്ങനെയാണ് സംഘടനാ പ്രവർത്തനം നേതൃത്വം? അല്ല, ഭാവി തീരുമാനിക്കുന്ന പാർട്ടിയാണ്. മഞ്ചേശ്വരത്തിന്റെ കാര്യമാണെങ്കിൽ അവരുടെ കൂടെ, മഞ്ചേശ്വരത്തുകാരുടെ കൂടെ ഏത് കാര്യത്തിനും എപ്പോഴും ഞാനുണ്ടാവും. തീർച്ചയായും അങ്ങനെ തന്നെ കരുതാം. മഞ്ചേശ്വരത്തിനൊപ്പം K. സുരേന്ദ്രൻ ഇനിയും ഉണ്ടാവും എന്ന് തന്നെയാണ് പറയുന്നത്.
തോറ്റ MLA ഇനിയും മഞ്ചേശ്വരത്തെ ജനങ്ങളുടെ ഒപ്പം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ഏതാണ്ട് 60,000 പരം വോട്ടുകളാണ് ഈ സുരേന്ദ്രൻ ജിക്ക് ലഭിച്ചിരിക്കുന്നത്. 29,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് നമ്മുടെ സുരേന്ദ്രൻ ജിയെ അവിടെ പൊട്ടിച്ചതും. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യത്തെക്കാട്ടിലും ഈ SIRുമായി ബന്ധപ്പെട്ട് വരുമ്പോഴത്തേക്ക് വോട്ട് കുറച്ച് കൂടിയിട്ട് ഈ SIR ചെയ്തതും ഇവിടുത്തെ വോട്ടിങ് കുറച്ച് ഇപ്പൊ പശ്ചിമ ബംഗാളിൽ ഏതാണ്ട് 80 ലക്ഷം പേരുടെ വോട്ടൊക്കെയാണ് എടുത്ത് ദൂരെ കളഞ്ഞത്. അതായത് മമതാ ബാനർജിക്ക് അനുകൂലമായിട്ടുള്ള വോട്ടുകളൊക്കെയാണ് എടുത്ത് ദൂരെ കളഞ്ഞത്. കേരളത്തിൽ ഇത്തരത്തിലുള്ള പല സംഭവങ്ങളും നടന്നിട്ടുണ്ട്. എന്താണെങ്കിലും ചേട്ടന്റെ തോൽവിയിൽ ഇവിടുത്തെ മത കക്ഷികളെല്ലാവരും കൂടെ ഒന്നു ചേർന്നുകൊണ്ടാണ് ചേട്ടനെ തോപ്പിച്ചെന്നാണ് പറയുന്നത്. ചേട്ടാ, മഞ്ചേശ്വരം മണ്ഡലത്തിൽ അവിടുത്തെ നല്ലവരായിട്ടുള്ള ഹിന്ദു സമൂഹം ഈ പറയുന്ന ലീഗിന്റെ സ്ഥാനാർത്ഥിക്ക് അറുമാതിച്ചങ്ങോട്ട് കുത്തി കൊടുത്തിട്ടുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെപ്പോലുള്ള 2-3 അതായത് ഇപ്പം ഈ ഉള്ളിച്ചേട്ടനായാലും ശോഭ ചേച്ചി ആണെങ്കിലും നിങ്ങളെപ്പോലെ ഇത്രയും വിഷം വമിക്കുന്ന ആൾക്കാരെയൊന്നും നിയമസഭയിലേക്ക് എത്തിക്കാൻ ജനങ്ങൾ തയ്യാറാകത്തില്ല. അപ്പം ചോദിക്കും 3 എങ്ങനെയാണെന്നുള്ളത്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ 3 അവിടുത്തെ ആളുകളുടെ പിടിപ്പുകേട് കൊണ്ട് മാത്രം വന്നു പോയതാ. പിന്നെ ഈ 3 വലിയ ഉഗ്ര വിഷമുള്ളതാണെന്നൊന്നും നമുക്ക് അഭിപ്രായമൊന്നുമില്ല കേട്ടോ. കാരണം ഈ 3 അവിടെ പോയി ഇരുന്നാലും ഇവിടെ വലിയ കാര്യമായിട്ടൊന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല. അത് അവിടെ ഇരുന്നങ്ങ് ചെലച്ചോളും, ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ അങ്ങ് നടന്നു പോയിക്കോളും. എന്താണെങ്കിലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, CPM എന്ന് പറയുന്ന പാർട്ടിക്ക് വലിയ രീതിയിലുള്ള ഒരു പ്രഹരമാണ് കേരളത്തിൽ ഏറ്റത്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില വർഗീയ പ്രസ്താവനകൾ നടത്തിയ വേട്ടാവളിയന്മാരെ കൂടെ നിർത്തിക്കൊണ്ട് ഒരു സമുദായത്തെ മുഴുവൻ അന്ധമായ രീതിയിൽ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോഴും അവരെ സപ്പോർട്ട് ചെയ്തു കൊടുത്തതിൻ്റെ പേരിൽ മാത്രമാണ് ഇത്രയും അധികം ഒരു അധംപതനം നമ്മുടെ കേരളത്തിൽ CPM ഉണ്ടായത്. അത് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് അവർ പൂർവാധികം ശക്തിയോടുകൂടി തിരിച്ചു വരും എന്നുള്ളൊരു പ്രതീക്ഷയും എനിക്കില്ലാതില്ല. അവർ തിരിച്ചു വരിക തന്നെ ചെയ്യും. പിന്നെ ഈ 3 കിട്ടിയത് അത് പൂട്ടിക്കാനൊന്നും വലിയ താമസമൊന്നുമില്ല. അവരായിട്ട് തന്നെ അവരുടെ പ്രവർത്തികൾ കൊണ്ട് തന്നെ അതങ്ങ് പൂട്ടിച്ചോളും. അതുകൊണ്ടാണല്ലോ തൃശ്ശൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മുടെ MPയും മന്ത്രിയൊക്കെ ആയിരുന്ന ആ സ്ഥലത്ത് എന്തുകൊണ്ടാണ് BJPക്ക് ഒരു സ്ഥാനാർത്ഥിയെ ലഭിക്കാതെ പോയത്? ഈ തെരഞ്ഞെടുത്ത് വിട്ടതിന് ശേഷം അദ്ദേഹം അവിടെ കാണിച്ചു കൂട്ടിയിരിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള വാഗ്ദാനങ്ങളൊന്നും നടപ്പാക്കാതെ അധികാരത്തിന്റെ കൊടി വെച്ച കാറിനകത്ത് പോലീസിന്റെ സെല്യൂട്ടും വാങ്ങിച്ച് നടക്കുന്നതല്ലാതെ അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാത്ത ഇയാളുടെ മണ്ഡലത്തിൽ പോലും BJPക്ക് ജയിക്കാൻ സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക. വരാൻ പോകുന്ന കാലം അത് കോൺഗ്രസ് നല്ല രീതിയിൽ നിന്നില്ല എന്നുണ്ടെങ്കിൽ കോൺഗ്രസിനും കിട്ടും 8ന്റെ പണി. അപ്പൊ നമ്മുടെ ഉള്ളിച്ചേട്ടന്റെ ആ ഒരു മുഖത്ത് നിങ്ങൾക്ക് ആ ഒരു വിഷമം കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്രാവശ്യം ജയിക്കുമെന്ന് ഉറപ്പിച്ച് പല തരത്തിലുള്ള കളികളും അവിടെ നടത്തിയിട്ട് പോലും അവിടുത്തെ ജനങ്ങൾ 8 നിലയിൽ പൊട്ടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ കേരളം അംഗീകരിക്കുന്നില്ല എന്ന് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ ഒരു സൂചന. എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം ഇനി എന്തൊക്കെയാണ് നമ്മുടെ കേരളത്തിലെ കയ്യാങ്കളികളും കസാര കളികളെന്നൊക്കെ. കോൺഗ്രസിന് ഇപ്പോഴും മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനായിട്ട് ഇതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ളത് വളരെ ഖേദകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതുടനെ ഉണ്ടാകും. ഇവിടുത്തെ ജനങ്ങളുടെ ജനവികാരം മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ ഇഷ്ടത്തിന് അവരാണ് തെരഞ്ഞെടുക്കുന്നത്. അപ്പോൾ അവർ ഇഷ്ടത്തിനുള്ള ഒരു നല്ലൊരു മുഖ്യമന്ത്രി കേരളത്തിൽ എത്തും എന്ന് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. നിങ്ങൾക്കും അഭിപ്രായപ്പെടാം ആരായിരിക്കും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് വരാൻ പോകുന്നത്, ആരാണ് ആ ഒരു സ്ഥാനത്തേക്ക് എത്താനായിട്ടുള്ള യോഗ്യൻ എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ.